നമസ്കാരം. ഇന്നലെ രാത്രി ആന്ധ്രാപ്രദേശിൽ കരകയറിയ മൺത തീവ്ര ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞു. ഒഡീഷ ലക്ഷ്യമാക്കിയാണ് ചുഴലിക്കാറ്റ് നീങ്ങുന്നത്. ഒഡീഷയിൽ വിവിധ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടൽ റിപ്പോർട്ട് ചെയ്തു. 10,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ആന്ധ്രാപ്രദേശിൽ 4 പേർ മരിച്ചു. വൻതോതിലുള്ള കൃഷിനാശം ഉണ്ടായതായും റിപ്പോർട്ടുണ്ട്. ഏകദേശം 1.25 ലക്ഷം ഹെക്ടർ ഭൂമിയിലെ കൃഷിയാണ് നശിച്ചത്. ചൊവ്വാഴ്ച ആന്ധ്ര തീരം പിന്നിട്ട മൺത അയൽ സംസ്ഥാനമായ ഒഡീഷയിലേക്കും കടന്നു. ഒഡീഷയിലും ചുഴലിക്കാറ്റ് പ്രത്യാഘാതങ്ങൾക്കിടയാക്കി. നാശനഷ്ടങ്ങൾ എത്രത്തോളമാണെന്നുള്ള വിവരം അറിവായിട്ടില്ല. ബംഗാൾ ഉൾക്കടലിൽ ഉടലെടുത്ത കാലാവസ്ഥാ പ്രതിഭാസമായ മൺത ചുഴലിക്കാറ്റ് മണിക്കൂറിൽ 90 മുതൽ 100 കിലോമീറ്റർ വരെ വേഗതയിലാണ് വീശിയത്. കര തൊട്ടതിനു ശേഷം കാറ്റിന്റെ ശക്തി കുറഞ്ഞതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചുഴലിക്കാറ്റിനെ തുടർന്ന് ഒഡീഷ, തെലങ്കാന സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴയാണുണ്ടായത്. ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, കർണാടക, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കനത്ത മഴ മൂലം ട്രെയിൻ, വിമാന ഗതാഗതത്തിന് തടസ്സം നേരിട്ടു. നിരവധി ട്രെയിനുകൾ റദ്ദാക്കുകയും വഴിതിരിച്ചുവിടുകയും ഒക്കെ ചെയ്തു. വിശാഖപട്ടണം, വിജയവാഡ വിമാനത്താവളത്തിൽ ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങൾ റദ്ദാക്കി. ഒഡീഷയിലെ ഗജാപതി ജില്ലയിലാണ് ഉരുൾപൊട്ടൽ. ആളപായമില്ലെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് മധുമിത പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ കാക്കിനാഡയിൽ ഇന്നലെ രാത്രി 8ഓടെയാണ് മൺത കരകയറിയത്. 100 കിലോമീറ്ററിൽ കൂടുതൽ വേഗം കാറ്റിനുണ്ടായിരുന്നു. കരകയറി 6 മണിക്കൂർ തീവ്ര ചുഴലിക്കാറ്റായി. തുടർന്നതിനു ശേഷം ചുഴലിക്കാറ്റായി ശക്തി കുറഞ്ഞു. ജാർഖണ്ഡ്, ഒഡീഷ സംസ്ഥാനങ്ങളിൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 123 സർവീസുകൾ റദ്ദാക്കിയ റെയിൽവേ വാർ റൂം തുറന്നതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വിജയവാഡ, വിശാഖപട്ടണം, ഗുണ്ടൂർ എന്നിവിടങ്ങളിൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് റെയിൽവേ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. ചുഴലിക്കാറ്റ് കരകയറിയ മച്ചിലിപ്പട്ടണത്തിനും കാക്കിനാടയ്ക്കും ഇടയിലുള്ള മേഖലയിൽ വൈദ്യുതി മുടങ്ങി. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് തീവ്ര ചുഴലിക്കാറ്റ് മൺത ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ടത്. 2010 ശേഷം ആന്ധ്രയിൽ കരകയറിയത് 10 ശക്തമായ ചുഴലിക്കാറ്റുകളാണ്. ബംഗാൾ ഉൾക്കടലിലെ താപനില വർദ്ധിക്കുന്നതിനെ തുടർന്ന് ചുഴലിക്കാറ്റുകളും ശക്തിപ്പെട്ടു. 2010 ശേഷം 10ലേറെ ചുഴലിക്കാറ്റുകളാണ് ആന്ധ്രാപ്രദേശിൽ കരകയറിയത്. ഇതിൽ പലതും തീവ്ര ചുഴലിക്കാറ്റുകളായിരുന്നു. തമിഴ്നാട്, ഒഡീഷ സംസ്ഥാനങ്ങളെയും ഇവ ബാധിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിലെ സീ സർഫസ് ടെമ്പറേച്ചർ വർദ്ധിക്കുന്നതാണ് ചുഴലിക്കാറ്റുകൾ ശക്തിപ്പെടുവാൻ കാരണം. കേരളത്തിൽ ഇന്നും മൺത ചുഴലിക്കാറ്റിനെ തുടർന്ന് മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, വയനാട്, കാസർഗോഡ്, തൃശൂർ ജില്ലകളിലാണ് ഇന്ന് മഴ സാധ്യത. മധ്യ കേരളത്തിലും ഒറ്റപ്പെട്ട മഴ ലഭിക്കും. കർണാടകയിൽ മംഗളൂരു, ബംഗളൂരു, വടക്കൻ തമിഴ്നാട് എന്നിവിടങ്ങളിലും ഇന്ന് മഴ സാധ്യതയുണ്ട്. ഈ കൊടുങ്കാറ്റിന്റെ വരവ് പോലെ തന്നെ കൗതുകകരമാണ് ഇതിന്റെ പേരും. തായ്ലാന്റ് നൽകിയ മൺത എന്ന ഈ പേര് വടക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചുഴലിക്കാറ്റ് പേരുകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്. ലോക കാലാവസ്ഥാ സംഘടനയുടെ സംവിധാനമനുസരിച്ചാണ് പേരുകൾ നൽകുന്നത്. തായ് ഭാഷയിൽ മനോഹരം അല്ലെങ്കിൽ സുഗന്ധമുള്ള പുഷ്പം എന്നാണ് അർത്ഥം. തായ്ലാന്റിൽ ഇതിന്റെ സൗന്ദര്യം കാണാൻ വളരെയധികം വിലമതിക്കപ്പെടുന്ന ഒരു പുഷ്പമാണിത്. ഇത്തരത്തിൽ സാംസ്കാരികമായി അർത്ഥവത്തായ പേരുകൾ ഉപയോഗിക്കുന്നത് പ്രാദേശിക പൈതൃകത്തെയും കഠിനമായ കാലാവസ്ഥാ സംഭവങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിൽ ആഗോള സഹകരണത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഭാവിയിലും വടക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന കൊടുങ്കാറ്റുകൾക്ക് ഈ പേരുകൾ ഭ്രമണത്തിൽ തുടരും. ഒരു ചുഴലിക്കാറ്റിന് പേര് നൽകുന്നത് കേവലം ഔപചാരികതയല്ല, മറിച്ച് ദുരന്ത നിവാരണത്തിന്റെ സുപ്രധാന പങ്കുവഹിക്കുന്ന ഒരു നടപടിയാണ്. അതായത് ഓർക്കാൻ എളുപ്പമാകും. കാരണം മണിക്കൂറുകളോ ദിവസങ്ങളോ മാത്രം നിലനിൽക്കുന്ന അക്കങ്ങളും സങ്കീർണമായ സാങ്കേതിക പദങ്ങളും ഓർക്കുന്നത് പൊതുജനങ്ങൾക്ക് എളുപ്പമല്ല. എന്നാൽ പേരുകൾ നൽകുന്നത് ആളുകൾക്ക് ചുഴലിക്കാറ്റുകളെ എളുപ്പത്തിൽ തിരിച്ചറിയുവാനും ഓർമ്മിക്കുവാനും സഹായിക്കുന്നുണ്ട്. കൂടാതെ ആശയവിനിമയത്തിന്റെ ഫലപ്രാപ്തി. മാധ്യമങ്ങൾക്കും ശാസ്ത്ര സമൂഹത്തിനും ദുരന്ത നിവാരണ അധികാരികൾക്കും വ്യത്യസ്ത ചുഴലിക്കാറ്റുകളെ വേഗത്തിൽ തിരിച്ചറിയുവാനും അവയെക്കുറിച്ച് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുവാനും മുന്നറിയിപ്പുകൾ നൽകുവാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട്. കൂടാതെ ആശയക്കുഴപ്പം ഒഴിവാക്കൽ. ഒരു പ്രദേശത്ത് ഒന്നിലധികം ചുഴലിക്കാറ്റുകൾ ഒരേ സമയം ഉണ്ടാകുമ്പോൾ പേരുകൾ ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കുകയും സമൂഹത്തിന്റെ തയ്യാറെടുപ്പുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഒരു പ്രത്യേക ചുഴലിക്കാറ്റിന്റെ മുന്നറിയിപ്പ് ഏത് പ്രദേശത്തേക്കാണെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും ഇത് സഹായിക്കും. ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്, ഈ ചുഴലിക്കാറ്റുകൾക്ക് പേരിടാൻ കർശനമായ അന്താരാഷ്ട്ര മാർഗനിർദ്ദേശങ്ങളാണ് ലോക കാലാവസ്ഥാ സംഘടന പിന്തുടരുന്നത്. പേരുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ചില നിബന്ധനകളൊക്കെ പാലിച്ചിരിക്കണം. അതായത് നിഷ്പക്ഷത. നിർദ്ദിഷ്ട പേര് രാഷ്ട്രീയം, രാഷ്ട്രീയ വ്യക്തികൾ, മതവിശ്വാസങ്ങൾ, സംസ്കാരങ്ങൾ, ലിംഗഭേദം എന്നിവയുമായി ബന്ധപ്പെട്ട് നിഷ്പക്ഷമായിരിക്കണം. വികാരങ്ങളെ വ്രണപ്പെടുത്തരുത്. ലോകമെമ്പാടുമുള്ള ഒരു കൂട്ടം ആളുകളുടെയും വികാരങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിൽ വ്രണപ്പെടുത്തുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യരുത്. സ്വഭാവത്തിൽ പരുഷമായ ക്രൂരമോ ആകരുത്. സാങ്കേതിക മാനദണ്ഡം എന്ന് പറയുന്നത് പേര് ഹ്രസ്വവും ഉച്ചരിക്കാൻ എളുപ്പമുള്ളതുമായിരിക്കണം. ഇതിന് പരമാവധി 8 അക്ഷരങ്ങൾ മാത്രമേ പാടുള്ളൂ. ആവർത്തനം ഒഴിവാക്കുക.
അതായത് വടക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റുകളുടെ പേരുകൾ ഒരിക്കലും ആവർത്തിക്കില്ല. ഒരു പേര് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും വീണ്ടും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യും. ഈ കർശന നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് മൺത പോലുള്ള പേരുകൾ ചുഴലിക്കാറ്റുകൾക്ക് നൽകുന്നത്. ഒരു ദുരന്തത്തിന്റെ തീവ്രത കുറയ്ക്കുന്നതിൽ ഈ ലളിതമായ പേരുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. തീരദേശം രായലസീമ, തെലങ്കാന, തെക്കൻ ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നിവിടങ്ങളിൽ കനത്ത മഴയാണ് പെയ്തത്. ആന്ധ്രാപ്രദേശിലെ കാക്കിനാടയ്ക്ക് സമീപത്ത് കൂടിയാണ് ചുഴലിക്കാറ്റ് കരയിലേക്ക് കയറിയത്. അയൽ സംസ്ഥാനമായ ഒഡീഷയിലും ചുഴലിക്കാറ്റിന്റെ ആഘാതം അനുഭവപ്പെട്ടു. ചുഴലിക്കാറ്റിടെ വീടിന് മുകളിൽ മരം വീണാണ് വയോധിക മരണപ്പെട്ടത്. ആന്ധ്രയിലെ കൊണാസീമ ജില്ലയിലായിരുന്നു അപകടം. വൈകുന്നേരം 7 മണിയോടെയാണ് ചുഴലിക്കാറ്റ് കരയിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങിയതെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഹാരാഷ്ട്രയിലും മൺതയെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാക്കിനടയിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. വീടുകളിൽ വെള്ളം കയറുകയും റോഡുകൾ തകരുകയും ചെയ്തിട്ടുണ്ട്. രാജമുണ്ട്രി വിമാനത്താവളത്തിൽ നിന്നുള്ള 8 വിമാനങ്ങൾ റദ്ദാക്കി. തിരുപ്പതി, ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ്, മുംബൈ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. ഒഡീഷയിൽ സംസ്ഥാന സർക്കാർ 2000-ലധികം ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആന്ധ്രയിലും ഒഡീഷയിലുമായി വ്യാപക വിളനാശം സംഭവിച്ചതായാണ് റിപ്പോർട്ട്. ചുഴലിക്കാറ്റിന്റെ ആഘാതം കുറഞ്ഞതായും തെക്കൻ ഒഡീഷയിൽ കനത്തതോ അതിശക്തമായതോ ആയ മഴ പെയ്യുമെന്നും IMD അധികൃതർ അറിയിച്ചു. കാറ്റിന്റെ വേഗം വൈകാതെ 80 കിലോമീറ്ററായി കുറയുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഇതിനിടെ അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ വളരെ വേഗതയിൽ തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. കേരള തീരങ്ങൾ, അതിനോട് ചേർന്ന സമുദ്രപ്രദേശങ്ങൾ, ലക്ഷദ്വീപ് പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. നാളെ വരെ കർണാടക തീരത്ത് മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഇതിനിടെ അടിമാലി കൂമ്പൻപാറയിൽ മണ്ണിടിച്ചിലിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സന്ധ്യയുടെ കാൽ മുറിച്ചുമാറ്റി. ആലുവ രാജഗിരി ആശുപത്രിയിലാണ് സന്ധ്യ ഇപ്പോൾ ഉള്ളത്. അടിയന്തര ശസ്ത്രക്രിയ നടത്തിയിരുന്നുവെങ്കിലും അത് ഫലം കാണാത്തതിനാലാണ് കാൽ മുറിച്ചുമാറ്റേണ്ടി വന്നത്. ഇടത് കാലിന്റെ മുട്ടിന് താഴെയായാണ് മുറിച്ചു മാറ്റിയത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 10:30 പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായത്. 50 അടിയിലേറെ ഉയരമുള്ള തിട്ടയുടെ വിണ്ടിരുന്ന ഭാഗം ഇടിഞ്ഞ് പാതയിലേക്കും അടിഭാഗത്തുള്ള 6ഓളം വീടുകളിലേക്കും പതിക്കുകയായിരുന്നു. ശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പ്രദേശത്തു നിന്നും 25 കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. ഇതിൽ സന്ധ്യയും ഭർത്താവ് ബിജുവും ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട രേഖകൾ എടുക്കുന്നതിനും ആഹാരം കഴിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇവർ വീട്ടിലേക്ക് തിരികെ എത്തിയത്. ഇതിനിടയിലാണ് വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണത്. വീടിനുള്ളിൽ കുടുങ്ങിയ സന്ധ്യയും ബിജുവിനെയും മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് പുറത്തെത്തിച്ചത്. എന്നാൽ ബിജുവിനെ രക്ഷിക്കാനായില്ല. ദമ്പതികളുടെ മകൾ കോട്ടയത്ത് BSc നഴ്സിംഗ് 3ാം വർഷ വിദ്യാർത്ഥിനിയാണ്. മകൻ ക്യാൻസർ ബാധിച്ച് 1 വർഷം മുൻപാണ് മരണപ്പെട്ടത്.